ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മളൊരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഒരു റോഡ് ട്രിപ്പ് ആണ് പോകുന്നത്. കോഴിക്കോട് നിന്ന്, കേരളത്തിൽ നിന്ന് നമ്മൾ ഗുജറാത്തിലേക്കാണ് ആ യാത്ര. ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ്. ഏകദേശം 1600 മുകളിൽ കിലോമീറ്റർ ഒരു സൈഡിൽ തന്നെ വരുന്ന ഒരു യാത്രയാണ്. ടാറ്റയുടെ ടിയാഗോ EV കാറിലാണ് നമ്മൾ ഇന്ന് ഈ യാത്ര തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു റോഡ് ട്രിപ്പിൽ ചിലവ് കുറച്ച് പോകാൻ കഴിയും, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വലിയ എക്സ്പെൻസ് വരുമ്പോൾ അതൊക്കെ എത്രത്തോളം കുറച്ച് ഒരു യാത്ര നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ എക്സ്പെൻസ് ഓരോ ദിവസത്തെ വീഡിയോയുടെ കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ തരുന്നതാണ്. നമ്മൾ ഇന്ന് നേരെ പോകുന്നത്, നമ്മൾ പുലർച്ചെ തന്നെ കോഴിക്കോട് നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഗോവയിലേക്കാണ് പോകുന്നത്. ഗോവയിൽ നിന്ന് ഹാൾട്ടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഗോവയിൽ നിന്ന് മുംബൈയിലേക്കാണ്. മുംബൈയിൽ ഹാൾട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സൂറത്ത് നിന്ന് അഹമ്മദാബാദ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ആയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തും. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോ ദിവസവും നമ്മൾ റൂം പോലും എടുക്കാതെയൊക്കെയാണ് ഇത് യാത്ര ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈ ടെൻറ്റ് അടിച്ച് താമസിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. ഭക്ഷണ സാധനങ്ങളൊക്കെ ഇപ്പോൾ 1-2 ദിവസത്തേക്ക് കേടാവാത്ത വിധത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് കാറിനകത്ത് കയറ്റിയിട്ടുണ്ട്. ബാക്കി ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഗ്യാസും അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കാറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഈ യാത്രയുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം എല്ലാവരും യാത്ര കാണുക. അപ്പോൾ നമ്മൾ കണ്ണൂർ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. ചാർജ് ഉണ്ട്, പക്ഷെ എന്നാലും മുട്ടിച്ച് കൊണ്ടുപോകേണ്ട വിചാരിച്ച്, സമയം കിട്ടുമ്പോഴൊക്കെ ചാർജ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് EV എടുത്തിട്ട് ഇത്രയൊരു ലോങ് പോകുന്നത്. കഴിഞ്ഞ ദിവസം മൈസൂരും ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു ടാസ്ക് തന്നെയാണ് നമുക്ക്. EV ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ചാർജിങ്ങിൻ്റെ അവൈലബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ആപ്പിലൊക്കെ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ തന്നെ എന്താണെന്നുള്ളത് പോയി നോക്കിയാൽ തന്നെ നമുക്ക് അറിയും. ഇന്ന് മൊത്തത്തിലൊരു മഴ പിടിച്ചൊരു കാലാവസ്ഥ. അപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തി. കാസർഗോഡ് നമുക്ക് ഭക്ഷണം നമ്മൾ പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാക്ക് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കാസർഗോഡ് ചാർജിലിടുന്നുണ്ട്. ജിയോയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ ചാർജിലിട്ട് ഭക്ഷണം കഴിച്ചു. നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഹൈവേയുടെ പണിയൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നല്ല പൂർണ്ണമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ റോഡാണ്. ഒറ്റ തൂണിൽ 6 വരി പാതയൊക്കെയുള്ള ഫ്ലൈ ഓവറൊക്കെ ഉണ്ട്. വളരെ സ്മൂത്തായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മംഗലാപുരത്ത് എത്തുന്ന വിധത്തിലാണ്. അത്രയും വളരെ വൃത്തിയായിട്ട് പണിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മംഗലാപുരം ടൗണൊക്കെ കഴിഞ്ഞു. മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ 6 വരിപ്പാത മാറി എല്ലാം 4 വരിപ്പാതയിലേക്ക് മാറും. റോഡ് അത്ര വലിയ നല്ല മുന്തിയ റോഡൊന്നുമല്ല, വളരെ
എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. റോഡ് അത്ര ക്ലിയർ ആയിട്ടുള്ള റോഡൊന്നുമല്ല, ഭയങ്കര റഷാണ് മംഗലാപുരത്ത് നിന്ന് അങ്ങോട്ടേക്ക്. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്, മഴ മാറി പെയ്യുന്നുണ്ട്. ചില സമയത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്, നല്ല പെരുമഴ പെയ്യുന്നുണ്ട്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. കർണാടകയിൽ ഈ നവരാത്രി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്തൊക്കെയോ അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഇതേമാതിരി വേഷം കെട്ടിയിട്ടൊക്കെ പുലിയുടെയും മറ്റൊക്കെ വേഷം കെട്ടി എനിക്ക് തോന്നുന്നു തിരുവാതിരയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഈ വേഷം കെട്ടിയൊക്കെ ആഘോഷിക്കാറില്ല. അതുപോലത്തെ എന്തൊക്കെയോ പരിപാടികളാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത ടോൾ ഗേറ്റ് എത്തി. ഏകദേശം മൂന്നാമത്തെ ടോൾ ഗേറ്റാണ് ഇത് കിടക്കുന്നത്. ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിയുന്നതും 90% അല്ലെങ്കിൽ 100% തന്നെ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കി കഴിക്കുക, ചിലവ് കുറച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഒരു യാത്രയുടെ ഒരു ഹൈലൈറ്റായിട്ട് നമ്മൾ കാണിക്കുന്നത്. കാരണം അതാത് ദിവസത്തെ ചിലവ് അതാത് ദിവസത്തെ വീഡിയോയുടെ കൂടെ ഇടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ചിലവുകൾ വരുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഏകദേശം മംഗലാപുരം കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലത്തുണ്ട്, ചാർജിലിട്ടിട്ട് ഭക്ഷണം കഴിക്കണം. ചോറും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി യാത്ര നമുക്ക് തുടരാം. ചില സ്ഥലത്ത് നല്ല മഴയാണ്, പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു വസ്തുവും റോഡിലേക്ക് കാണാത്ത ഉള്ള മഴയാണ് പല സ്ഥലത്തുള്ളത്. ചില സ്ഥലത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. കേരളത്തിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു തോന്നുന്നത്. അതേ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ കർണാടകയിലും കണ്ടുവരുന്നത്. പെരും മഴയാണ്. പുഴകളൊക്കെ ഇപ്പോൾ ക്രോസ് ചെയ്ത് വന്ന പുഴകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കർണാടകയിലുള്ളത്. ബാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ടെൻ്റ് അടിച്ച് താമസിക്കണമെന്നാണ് വിചാരിച്ചത് എല്ലാ ദിവസവും. അപ്പോൾ മഴയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കുന്നതൊക്കെ നിർത്തും. അപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരം ആയി. നമുക്ക് ചായ കുടിക്കണം. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഷോപ്പിൻ്റെ സൈഡാക്കി നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ എടുത്ത് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര മുന്നോട്ട് പോകാം. കുറേ നേരത്തെ റോഡിലെ തിരക്കും ആ മഴയൊക്കെ മാറി നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് ബീച്ച്, അതിമനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ ആണ് ഉള്ളത്. ഈ റോഡ് ട്രിപ്പിൻ്റെ തന്നെ ഏറ്റവും ഭംഗി ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം അത്രയും മനോഹരമായ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. ഈ ബീച്ചിൽ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സമയം വളരെ നേരം വൈകിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഗോവ പിടിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. കർണാടകയിലെ റോഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ട്രാഫിക് ബ്ലോക്കുകളാണ്, ഹെവി ട്രാഫിക് ഉണ്ട്.
റോഡ് NH-66 പണി പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും NH-66 പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ഷിരൂരൊക്കെ ഈ ഇടിഞ്ഞ ആ മണ്ണൊക്കെ അതേമാതിരി തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മൾ ചാർജിങ്ങിന് കയറ്റിയിരിക്കുകയാണ്. ഇവിടുന്ന് ചാർജിങ് ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്കോളയിൽ ചാർജ് ചെയ്താൽ മതി. അവിടുന്ന് പിന്നെ നമുക്ക് നേരെ ഗോവയിലേക്കാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. 9:30 ആകുമ്പോൾ ഗോവയിലെത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അവിടുന്ന് രാവിലെ ഗോവയിൽ നമ്മൾ കറക്കമൊന്നുമില്ല. നമ്മളെ ഈ ഒരു ട്രിപ്പ് ഗുജറാത്ത് ആണ്. സൂറത്ത്, അഹമ്മദാബാദും ഒക്കെ ഒന്ന് കറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗോവയിൽ നിന്ന് രാവിലെ തന്നെ നമ്മൾ പോകും. മറ്റേ അമ്പലങ്ങളിലെ ഈ പരിപാടികളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെയാണ് ഈ റോഡിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഇരുടായി കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വിജനമായ ഏരിയകളാണ് പല സ്ഥലത്തും ഉള്ളത്. ബൈപ്പാസിലൊക്കെ വാഹനങ്ങളൊക്കെ വളരെ കുറഞ്ഞ് ഉള്ളൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഗോവയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല മഴയായതുകൊണ്ട് ഇന്ന് ടെൻ്റ് അടിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്താണെന്നുള്ള അവസ്ഥ അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ടെൻ്റൊക്കെ മാക്സിമം അടിച്ച് പോകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഗോവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകിയാണ്, നമ്മൾ വിചാരിച്ചതിലൊക്കെ വളരെ വൈകിയാണ് എത്തുന്നത്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മഴ തന്നെയാണ്. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ടെൻ്റ് അടിക്കുന്നത് സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ടെൻറ്റിൻ്റെ എവിടേക്കാണ് ടെൻ്റ് അടിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒന്ന് നോക്കിയിട്ട് ഇന്നലെ വളരെ വൈകിയാണ് നമ്മൾ ഗോവയിലെത്തിയത്. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി കൂടുതൽ വിഷ്വൽസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി ഈ പമ്പിലായിരുന്നു നമ്മൾ ടെൻ്റ് അടിച്ചത്. പെട്ടെന്ന് തന്നെ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കിയായിരുന്നു ഇന്നലെ രാത്രി. ഇപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഏകദേശം ചിലവായത് 1800 രൂപയോളം ചാർജിങ്ങിന്, കാറ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയും ടോൾ ഒരു 700 രൂപയുടെ അടുത്തൊരു ടോളിനും ആയിട്ടുണ്ട്. ആ ഒരു എക്സ്പെൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ ചിലവായിട്ടുള്ളത്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പാർസലായി കൊണ്ടുവന്നതും ഇൻസ്റ്റൻറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കൈവശം നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഗോവയിലെത്തി കഴിഞ്ഞു. ഇനി ഈ യാത്രയുടെ പാർട്ട് 2 ഗോവ ടു മുംബൈ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന്